മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നു. അതേപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ നടപ്പാക്കുമ്പോൾ അയൽ സംസ്ഥാനങ്ങളോട് കൂടി ആലോചിക്കേണ്ടതായിരുന്നു എന്നുള്ളത്. അതപ്പോൾ അത് കോൺഗ്രസിന്റെ കേരളത്തിലുള്ള നേതാക്കളും ഇക്കാര്യം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഞാൻ ഇവര് വളരെ ബോധപൂർവം ഇത് പ്രചരിപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആ ബില്ലിൽ ഒരു വ്യവസ്ഥ എന്താണെന്നറിയോ? ആ ബില്ലിലൊരു വ്യവസ്ഥ മലയാളം നിർബന്ധിതമാക്കുന്ന നിയമനിർമ്മാണം ഔദ്യോഗിക ഭാഷാ മേഖലകളിൽ പോലും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 346-നും 347-നും വിധേയമായിരിക്കുമെന്നാണ്. ഭരണഘടന ഇവർ വായിച്ചു നോക്കട്ടെ. ആർട്ടിക്കിൾ 346, 347 എന്താണെന്ന് അവർ നോക്കട്ടെ. അതിന് വിധേയമായിട്ടാണ് ഈ ഔദ്യോഗിക ഭാഷാ മേഖല, നിയമനിർമ്മാണ മേഖല തുടങ്ങി മലയാളം നിർബന്ധിതമാക്കുന്നിടത്ത് പോലും ഇത് നിൽക്കുന്നുണ്ട്. അത് രാഷ്ട്രപതിയുടെ പ്രത്യേകാധികാരം അതിൽ വരും 347. അപ്പോ ഭരണഘടനയ്ക്ക് പൂർണ്ണമായിട്ടും വിധേയമാണ്. ഞാൻ ചോദിക്കുന്ന ഈ രാജ്മോഹൻ ഉണ്ണിത്താനും സിദ്ധരാമയ്യയും പോലുള്ള ആളുകൾ മിനിമം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ അസംബ്ലി ഈ ബില്ല് പാസ്സാക്കുമ്പോൾ കോൺഗ്രസിന്റെ 10-21 MLA-മാരുണ്ടല്ലോ, അവരാരും ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടില്ലല്ലോ. ഏകകണ്ഠമായിട്ടല്ലേ പാസ്സാക്കിയത്. ബില്ലും പാസ്സാക്കി ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇത്തരമൊരു ആരോപണം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് എന്ന് കരുതാൻ ന്യായമില്ല. സംഘപരിവാറിനെ പോലെ കേരളത്തിനെതിരായി വിദ്വേഷ പ്രചരണത്തിന് കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുകയാണ് എന്ന് വേണം കാണാൻ. തമിഴ്, കന്നഡ, അതിന്റെ കാരണം നമുക്കറിയാം. ഇപ്പൊ യലഹങ്കയിൽ 300 വീടുകൾ ന്യൂനപക്ഷങ്ങളിലും അതുപോലെ ദളിതരുമായിട്ടുള്ള ആളുകളുടെ 300 വീടുകൾ ഇടിച്ച് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് തകർത്തപ്പോ അന്ന് കേരള മുഖ്യമന്ത്രി നടത്തിയ ഇടപെടലാണ് അവർക്ക് വീണ്ടും വീട് ഉറപ്പാക്കി കൊടുക്കാൻ കോൺഗ്രസ് ഗവൺമെന്റിനെ നിർബന്ധിതമാക്കിയത്. അതിന്റെ വിരോധമാണ്. ആ ഒളിച്ചിട്ട് ബുൾഡോസർ കൊണ്ട് ഇടിച്ച് നിരത്തി അങ്ങ് പോകാം എന്നാണ് കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് കരുതിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നടത്തിയ ഇടപെടൽ കൊണ്ട് ഗവൺമെന്റിന് ഇടപെടേണ്ടി വന്നു. കർണാടക ഗവൺമെന്റിന് മുട്ടുമടക്കേണ്ടി വന്നു. വീട് കൊടുക്കാം എന്ന് സമ്മതിക്കേണ്ടി വന്നു. അതിന്റെ പ്രതികാര ബുദ്ധിയാണ് എന്ന് വേണം കരുതാൻ. ഈ കന്നഡ, തമിഴ് സ്കൂളുകൾ ധാരാളം കേരളത്തിലുണ്ട്. ഏറ്റവും അവസാനം വിളിച്ച PSCയിലും കന്നഡ അധ്യാപകര് ധാരാളം വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ സിദ്ധരാമയ്യക്ക് കത്തിൽ മറുപടിയായി അങ്ങനെ നൽകാൻ സംസ്ഥാനം ഉദ്ദേശിക്കുന്നുണ്ടോ കേരളം? മറുപടി കൊടുക്കേണ്ട മറുപടി കൃത്യമായിട്ട് കൊടുക്കും. നാട്ടുകാർ കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. എത്ര ഉത്തരവാദിത്വമില്ലാതെയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. എന്നിട്ട് അതിനെ പിന്താങ്ങാൻ കേരളത്തിലെ ചില MP-മാരും. പ്രതിപക്ഷ നേതാവ് പറയട്ടെ, അദ്ദേഹം നിയമസഭയിൽ ഉണ്ടായിരുന്നല്ലോ. പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കണ്ടേ ഇതിനോട്? കേരളത്തിലെ 21 കോൺഗ്രസ് MLA-മാർ അവര് ഈ കാര്യം അസംബ്ലിയിൽ ഇങ്ങനെ ഒരു ആശങ്ക അവർ പറഞ്ഞിട്ടുണ്ടോ? അവർ ബില്ല് വായിച്ചവരല്ലേ? അവര് കൂടി അംഗീകരിച്ചതല്ലേ ബില്ല്? വോട്ടെടുപ്പില്ലാതല്ലേ ബില്ല് പാസ്സായത്? അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ബുൾഡോസർ ഉരുട്ടുന്നതിൽ മുതൽ കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം നടത്തുന്നതിൽ വരെ സംഘപരിവാർ മാതൃകയാണ് കോൺഗ്രസും സിദ്ധരാമയ്യയൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.